أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال موسى لقومه يا قوم لم تؤذونني فقد تعلمون أني رسول الله إليكم فلما زاغوا أزاغ الله قلوبهم والله لا يهدي القوم الفاسقين. وإذ قال عيسى بن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد فلما جاءهم بالبينات قالوا هذا سحر مبين ومن أظلم ممن افترى على الله الكذب وهو يدعى إلى الإسلام والله لا يهدي القوم الظالمين. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് സഫിൻ്റെ 5, 6, 7 ആയത്തുകളാണ് ഓതിവെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഊദൂനനി ഫഖദ് തഅലമൂന അന്നീ റസൂലുള്ളാഹി ഇലൈക്കും. വൈദ് ഖാല മൂസ അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. ലി ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയോട്, മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം. ലിമ തുഊദൂനനി, നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? യാ ഖൗമി, എൻ്റെ ജനതയെ, എൻ്റെ സമുദായമേ, ലിമ തുഊദൂനനി, നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? വഖദ് തഅലമൂന, തീർച്ചയായും നിങ്ങൾക്കറിയാമല്ലോ. വഖദ് തഅലമൂന, തീർച്ചയായും നിങ്ങൾക്കറിയാം. അന്നീ റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതനാണ് എന്ന്. ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതനാണ് എന്ന് തീർച്ചയായും നിങ്ങൾക്കറിയാമായിരുന്നിട്ടും എൻ്റെ ജനങ്ങളെ, എൻ്റെ ജനതയെ നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? ഫലമ്മാ സാഗു, അങ്ങനെ അവർ വഴിയിൽ നിന്ന് തെറ്റിയപ്പോൾ, ഫലമ്മാ സാഗു അസാഖല്ലാഹു ഖുലൂബഹും, അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളഞ്ഞു. അള്ളാഹു തെറ്റിച്ചു കളഞ്ഞു. അള്ളാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അള്ളാഹു ഒരിക്കലും തന്നെ ദുർമാർഗികളായ ജനങ്ങളെ നേർവഴിയിലാക്കുകയില്ല. അള്ളാഹു ലാ യഹ്ദി, അള്ളാഹു ഹിദായത്ത് നൽകുകയില്ല, നേർമാർഗത്തിലാക്കുകയില്ല. അൽ ഖൗമൽ ഫാസിഖീൻ, ദുർമാർഗികളായ ജനത്തെ. വൈദ് ഖാല ഈസ ബിനു മറിയമ, മറിയമ്മൻ്റെ പുത്രൻ ഈസ അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം. മറിയമ്മിൻ്റെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം. യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ, യാ ബനി ഇസ്രായേല, ഇസ്രായേൽ സന്തതികളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതനാണ്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതനാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദിയ മിനത് തൗറാത്ത്, മുസദ്ദിഖൻ സത്യപ്പെടുത്തിക്കൊണ്ട്, ലിമാ ബൈന യദിയ എൻ്റെ മുമ്പിലുള്ള മിനത് തൗറാത്തി, തൗറാത്തിനെ, എൻ്റെ മുമ്പിലുള്ള തൗറാത്തിനെ ശരിവെച്ചുകൊണ്ടാണ് ഞാൻ അയക്കപ്പെട്ടത്. വമുബശ്ശിറൻ, അതുപോലെ തന്നെ സന്തോഷവാർത്ത അറിയിക്കുന്നവനുമാണ്. ബി റസൂലിൻ, ഒരു ദൂതനെ സംബന്ധിച്ച്, യതീമിൻ ബഅദി, എൻ്റെ ശേഷം വരുന്ന ഒരു ദൂതനെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടുമാണ് ഞാൻ വന്നത്. ഇസ്മുഹു, അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ്,
അഹമ്മദ് എന്നാണ്. എൻ്റെ ശേഷം വരുന്ന അഹമ്മദ് എന്ന ദൂതനെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടുമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫലമ്മ ജാ അഹുമുൽ ബിൽ ബയ്യനാത്ത്, ഫലമ്മ ജാ അഹു, അങ്ങനെ അദ്ദേഹം അവരുടെ അടുക്കൽ എത്തിയപ്പോൾ ബിൽ ബയ്യനാത്തി, വ്യക്തമായ തെളിവുകളുമായി അദ്ദേഹം അവരുടെ മുമ്പിലെത്തി. കാലു, അപ്പോൾ അവർ പറഞ്ഞു, ഹാദാ സിഹറും മുബീൻ, ഇത് വ്യക്തമായ മാരണമാണ്, ഇത് സിഹറാണ്, ഇത് വ്യക്തമായ മാരണമാകുന്നു എന്നവർ പറഞ്ഞു. ഫമൻ അദ്ലമു, ആരാണ് അക്രമി, മിമ്മൻ ഇഫ്തറ, കെട്ടിച്ചമച്ച് പറയുന്നവനേക്കാൾ, അലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ, അൽ കദീബ, കളവ്, അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ച് പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ്? വഹുവ യുദ്ആ ഇലൽ ഇസ്ലാമി, വഹുവ യുദ്ആ, അവൻ ക്ഷണിക്കപ്പെടുമ്പോൾ, അവൻ വിളിക്കപ്പെടുമ്പോൾ, ഇലൽ ഇസ്ലാമി, ഇസ്ലാമിലേക്ക് വിളിക്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ മേൽ ഇല്ലാത്തത് കെട്ടിച്ചമച്ച് പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ്? വല്ലാഹു, അള്ളാഹു ലാ യഹ്ദി, ഹിദായത്തിലാക്കുകയില്ല, നേർമാർഗത്തിലാക്കുകയില്ല, അൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ജനതയെ അള്ളാഹു ഒരിക്കലും തന്നെ നേർവഴിയിലാക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് മുമ്പുള്ള ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ചും അതിന് മുമ്പ് വന്നിട്ടുള്ള മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ചും ഈ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. പ്രത്യേകിച്ച് മദീനയിലാണ് ഈ സൂറത്ത് അവതരിച്ചത്. അവിടെ ജൂതന്മാർ, ക്രൈസ്തവരൊക്കെ കൂടുതലായി താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, വൈദകാല മൂസ അലി ഖൗമിഹി, മൂസാ നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞ കാര്യങ്ങൾ. മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചത്, എന്തിനാണ് ജനങ്ങളെ നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത്? അതായത് മൂസ അലൈഹി ഇസ്ലാമിനെ അവർ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട്. വാക്കാലും പ്രവൃത്തിയാലും പല നിലക്കും മൂസ അലൈഹി ഇസ്ലാമിനെ അവർ ദ്രോഹിച്ചിട്ടുണ്ട്. അവർ അള്ളാഹുവിനെ ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് അദ്ദേഹത്തോട് പറയും. അതേപോലെ തന്നെ അവർ ചെങ്കടൽ മുറിച്ച് കിടന്ന് അക്കരെ എത്തിയപ്പോൾ അവിടുന്ന് അവർക്ക് ഇഷ്ടം പോലെ മന്നും സൽവയും കിട്ടിയപ്പോൾ ഒരേ ഭക്ഷണം കൊണ്ട് ഞങ്ങൾ പൊറുക്കുകയില്ല, ഞങ്ങൾക്ക് വേറെ വേറെ ഭക്ഷണം വേണം, മിൻ ബഖലിഹ വഖിസായിഹ വഫൂബിഹ വഅദസിഹ വബസലിഹ എന്ന് പറഞ്ഞുകൊണ്ട് കക്കിരിയും ഉള്ളിയും പയറും ഒക്കെ ചോദിച്ചുകൊണ്ട് അവർ രംഗത്തേക്ക് വരികയുണ്ടായി. ഇങ്ങനെ അവർ അദ്ദേഹത്തെ പല നിലക്ക് ദ്രോഹിച്ചു. അദ്ദേഹത്തിന് വെള്ളപ്പാണ്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുക വരെ ചെയ്തു. അദ്ദേഹം ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് വളരെ കൃത്യമായി അറിയിച്ചു. അതുപോലെ തന്നെ നിങ്ങളെ നേർവഴിയിലേക്ക് ക്ഷണിക്കുന്ന എന്നെ എന്തിനാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ചു. അതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടായില്ല. അവസാനം അവർ ഒരു നിലക്കും വിശ്വസിക്കൂല എന്ന് കണ്ടപ്പോൾ അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ സത്യത്തിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു. അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അവരെ വഴിപിഴച്ചവരാക്കുകയും ചെയ്യുകയുണ്ടായി. അവരുടെ പ്രവർത്തനം കാരണം സത്യത്തിൽ നിന്ന് അള്ളാഹു അവരെ തെറ്റിച്ചു എന്നും ചില മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഏതായാലും പിന്നീട് അവർക്ക് സത്യത്തിൻ്റെ പാതയിലേക്ക് നീങ്ങാൻ സാധ്യമായില്ല എന്നർത്ഥം. മൂസ അലൈഹി ഇസ്ലാമിന് ശേഷം വന്ന ഈസാ അലൈഹി ഇസ്ലാം അദ്ദേഹവും അതുപോലെ തന്നെ ജനങ്ങളോട്, വൈദകാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ, ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെ അടുത്ത് നിൽക്കുന്ന എൻ്റെ മുമ്പിലുള്ള തൗറാത്തിനെ ശരിവെച്ചുകൊണ്ടാണ്. തൗറാത്ത് റെഡിയാണ്, ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇനി വരാൻ പോകുന്ന മുബശ്ശിറൻ ബി റസൂലിൻ യഅ്തി മിൻ ബഅദി ഇസ്മുഹു അഹമ്മദ്, ഇനി അഹമ്മദ് എന്നു പേരുള്ളൊരു പ്രവാചകൻ വരാനിരിക്കുന്നു, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് എന്നും കൂടി പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം വന്നപ്പോൾ ഫലമാ ജാഅഹും ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളുമായി, അവർക്കറിയുന്ന തരത്തിലുള്ള തെളിവുകളുമായി അദ്ദേഹം വന്നപ്പോൾ അവർ പറഞ്ഞു, ഹാദാ സിഹറും മുബീൻ, ഇത് വ്യക്തമായ സിഹറാണ്, മാരണമാണ് എന്നവർ പറയാൻ തുടങ്ങി. അതായത് മൂസ അലൈഹി ഇസ്ലാം ഈസാ അലൈഹി ഇസ്ലാമിന് അവരിലേക്ക് വന്നപ്പോൾ അവരോട് പറഞ്ഞു, മുൻകഴിഞ്ഞ മുഴുവൻ വേദഗ്രന്ഥങ്ങളും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള
ദൈവദൂതനാണ് ഞാനെന്ന് പറഞ്ഞു. തൗറാത്ത് എന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞു. ഇനി മുഹമ്മദ് എന്ന ഒരു ദൂതൻ, അഹമ്മദ് എന്ന ഒരു ദൂതൻ വരാനിരിക്കുന്നു എന്നും പറഞ്ഞു. അവൻ എനിക്ക് ശേഷം വരും, അവൻ്റെ പേര് അഹമ്മദാണ്. അഹമ്മദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മറ്റാരെക്കാൾ കൂടുതൽ സ്തുതിക്കുന്ന വ്യക്തി എന്നർത്ഥമുണ്ട്. അതേപോലെ തന്നെ നിഷ്കളങ്കതയിലും ഉത്തമ സ്വഭാവത്തിലുമൊക്കെ മറ്റാരെക്കാളും വാഴ്ത്തപ്പെട്ടയാൾ എന്ന അർത്ഥമുണ്ട്. ആ അർത്ഥത്തിലുള്ള പ്രവാചകൻ വരാനിരിക്കുന്നു എന്നും അവരോട് പറയുകയുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെക്കുറിച്ച് ഈസാ നബി അലൈഹി ഇസ്ലാം പല ഉദ്ധരണികൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് തന്നെ ജനങ്ങൾക്ക് ബോധം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം വന്നപ്പോൾ അവരൊരിക്കലും തന്നെ ഞങ്ങൾ അത് വിശ്വസിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എതിരായിട്ട് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ജൂത വിഭാഗത്തിൻ്റെയും ക്രൈസ്തവ വിഭാഗത്തിൻ്റെയും ഒക്കെ സാധാരണഗതിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നർത്ഥം. അപ്പോൾ ഇതിൽ നിന്ന് അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രംഗത്തേക്ക് വരികയും അദ്ദേഹം ദിവ്യപ്രബോധനം നടത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിനെതിരെ അവർ നിലകൊള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹിൽ കദീബ, അള്ളാഹുവിനെക്കുറിച്ച് കെട്ടിച്ചമച്ച് പറയുന്നവരെക്കാൾ വലിയ അക്രമി ആരാണ്? വഹുവ യുദ്ആഇൽ ഇസ്ലാം, അവൻ ഇസ്ലാമിലേക്ക് വിളിക്കപ്പെടുമ്പോൾ. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അള്ളാഹു അക്രമികളായ ആളുകളെ ഹിദായത്തിലേക്കാക്കൂല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ ഈ നിലക്ക് അള്ളാഹുവിനെ തള്ളിപ്പറയുന്ന ആളുകളെ ശരിയാക്കിയെടുക്കുകയില്ല എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറഞ്ഞവനേക്കാൾ വലിയ അക്രമി ആരാണ്? അവരതിൽ അവിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ദൂതനെക്കുറിച്ചും കള്ളം പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ നിലക്ക് ഇസ്ലാമിനെ പറ്റി ഇല്ലാത്തത് പറയുകയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ ഞങ്ങൾ വരുന്നില്ല എന്ന രൂപത്തിൽ അവർ മാറി നിൽക്കുകയും ചെയ്തു എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ വിഭാഗങ്ങളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേർവഴിയിൽ സഞ്ചരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുകയും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കുകയും ചെയ്യട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.